ഇന്ന് ഞാനിവിടെ പറയുന്നത്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നല്ലൊരു നമ്മുടെ ഹെയറിന് പറ്റിയ, നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഒരു നമ്മുടെ ഡാൻഡ്രഫിൻ്റെ ശല്യം ഇല്ലാതെ, നമ്മൾ ചിലരൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നമ്മുടെ മുടി പൊട്ടി പൊട്ടി പോകുന്നു, ഈ വക ശല്യങ്ങളൊന്നുമില്ലാതെ നല്ല ഹെയർ നല്ല സ്മൂത്തി ആയിട്ട് നല്ല ഹെൽത്തി, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മുടി ഉണ്ടാകാനായിട്ട് ശരിക്കും ഇതൊരു 7 ആഴ്ച മാസത്തിൽ വെച്ച് നിങ്ങൾ ഒരു 7 ടൈംസ് മാസത്തിൽ 2 പ്രാവശ്യം വെച്ച് ഇതൊന്ന് ചെയ്താൽ, അങ്ങനെ 7 പ്രാവശ്യം ആകുമ്പോഴത്തേനും 7 ടൈംസ് ആകുമ്പോഴത്തേനും നമ്മുടെ ഹെയറിന് നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റിയൊരു പായ്ക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും കൂടി മറക്കരുത് പ്ലീസ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ ഹെയറിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടിയത്. ഒന്ന് ഫ്ലാക്സീഡാണ്, രണ്ടാമത് നമുക്ക് ഉലുവ ആണ് വേണ്ടിയത്, പിന്നെ വേണ്ടിയത് നമുക്ക് ചെമ്പരത്തിയുടെ പൂവും അതിൻ്റെ ഇലയും കൂടെ ഉൾപ്പെടുത്താം. ഏറ്റവും ബെസ്റ്റാണ് ചെമ്പരത്തിയുടെ പൂവും ഇല ആണ് നമുക്ക് വേണ്ടിയത്. ഇപ്പം ഇല കിട്ടാത്ത കൊണ്ട് നമുക്ക് പൂ മാത്രം ഉപയോഗിക്കാം. നിങ്ങൾക്ക് നാട്ടിലാണത്തെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇലയും പൂവും കൂടെ ഉൾപ്പെടുത്താം. ഇവിടെ എനിക്ക് ചെമ്പരത്തി പൂ ഇല്ല, ചെമ്പരത്തി പൂ കിട്ടാത്ത കൊണ്ട് നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ ടീ ബാഗ് വരുന്നുണ്ട്, ബെസ്റ്റാണ്, നല്ലൊരു ബ്രാൻഡ് കമ്പനിയുടെ. അപ്പം നമുക്ക് അതുപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് ഞാനിവിടെ കാണിക്കാം. ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഇപ്പം ഞാൻ അത് പറഞ്ഞു തരാം എങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ omega-3 ധാരാളം അടങ്ങിയതാണ്, നല്ലൊരു പ്രോട്ടീൻ റിച്ചാണ്. നമുക്ക് അതിൻ്റെ നമ്മുടെ മുടിക്ക് വളരാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഫ്ലാക്സീഡിൻ്റെ അകത്തുണ്ട്. രണ്ടാമതായിട്ട് നമുക്കറിയാലോ ഹിബിക്കസിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവരും പണ്ട് കാലം തൊട്ടേ നമ്മുടെ പ്രായമുള്ള അമ്മൂമ്മമാർ ഞാനൊക്കെ ഒരുപാട് തേച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇല മാത്രം മതി, പൂ ഇല്ലാതെ തന്നെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ചെമ്പരത്തിക്കകത്ത് ശരിക്കും ചെമ്പരത്തി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ സി ഉണ്ട്, പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. ഏറ്റവും ബെസ്റ്റാണ് ചെമ്പരത്തി. കുറച്ച് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇലയും എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉലുവയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഏറ്റവും ശരിക്കും നല്ല ഫൈബറും നമ്മുടെ ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തന്നെ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ടാവും. ഈസ്റ്റർ ഉൽപ്പാദിക്കുമ്പോൾ കൊളാജിൻ, നമുക്ക് ഈ പ്രായമാകുമ്പോൾ കൊളാജിൻ കുറയും. കൊളാജിൻ കൂടാനായിട്ട് നമുക്ക് ഈസ്ട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊളാജിനും കൂടും, മനസ്സിലായോ? ഈ ഉലുവ എന്ന് പറയുന്നത് പല മെഡിസിനൽ വാല്യൂ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ശരിക്കും നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, പിന്നെ അതുപോലെ ശരിക്കും നല്ല ഒരുപാട് ഗുണങ്ങളുണ്ട് ഉലുവയ്ക്ക്. അത് മെഡിക്കൽ പരമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ എല്ലാം കുറയാനും, നമ്മുടെ വെയിറ്റ് ലോസിന്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എല്ലാം ഉലുവ ഭയങ്കര നല്ലതാണ്. എസ്പെഷ്യലി പറയാൻ നമ്മുടെ ഹെയറിനും സ്കിന്നിനുമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇത് നല്ലതായിട്ട് നമുക്ക് ഉലുവ നല്ലൊരു ആൻറ്റി ബാക്ടീരിയലായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന്, സ്കിന്നിൻ്റെ ഗ്ലോ നിലനിർത്താനും നല്ല ഒരു ഹെൽത്തി സ്കിന്നിനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഉലുവ. ഇത് മൂന്നും നാട്ടിലാണെങ്കിൽ ഇത് മിക്സിയിൽ അരച്ചെടുത്ത് ശരിക്കും നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് ഈ ഫ്ലാക്സീഡും ഉലുവയും കൂടെ വെള്ളത്തിലിട്ട് ഒരു 4-5 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ടാൽ മതി. അതും പിന്നെ ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും പിന്നെ ഉലുവ ആവും. ഈ ചെമ്പരത്തിയൊക്കെ അല്ലേ തന്നെ നല്ലൊരു
ശരിക്കും ഷാമ്പു ഇടുന്നതിനെക്കാട്ടിലും നമ്മുടെ ഹെയർ ഒക്കെ ചെമ്പരത്തിയുടെ ഇലയുടെ താളി മാത്രം ഇടുമ്പോൾ നല്ലതായിട്ട് സിൽക്കി ആയിട്ട് പറന്ന് കിടക്കും മുടി. അത് ഞങ്ങളൊക്കെ കൊച്ചിലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാം, അത്രയും ഏത് ഷാമ്പു ഇട്ടേന്ന് ചോദിക്കും മനുഷ്യർ. അതുപോലെ നല്ല സിൽക്കി ആയിട്ട് നമ്മുടെ ഹെയർ വരും. പക്ഷെങ്കിൽ ഇപ്പം നമ്മൾ ഇത് 4 കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലും തേച്ച് പിടിച്ചിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. 7 പ്രാവശ്യം ചെയ്യുമ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ വരുന്ന ഏറ്റവും മാറ്റം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം. മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും ഈ 4 ഇത് 4 എന്ന് പറഞ്ഞാൽ ഇതൊരു മിറക്കിൾ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത്. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.